Hello everyone. Today we are going to learn about vacuum containers. A commonly using vacuum containers. Let us learn one by one. Okay? Okay. എല്ലാവർക്കും സുഖമാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ ട്യൂബ് ഗ്രേ കളറിലെ ക്യാപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സോഡിയം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. കാണാവോ, ഒരു വൈറ്റ് ഒരു പാർട്ടിക്കിൾസ് പോലെ വാട്ടർ പോലെ കാണാം. സോ അതാണ് സോഡിയം ഫ്ലൂറൈഡ്. എന്തിനായി സോഡിയം ഫ്ലൂറൈഡ് ഈ വാക്വം കണ്ടെയ്നേഴ്സിൽ? അതിനകത്ത് ബ്ലഡ് ഒഴിക്കുമ്പോൾ ആ ബ്ലഡ് അത് സോഡിയം ഫ്ലൂറൈഡുമായിട്ട് മിക്സായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ക്ലോട്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് സോഡിയം ഫ്ലൂറൈഡ്. ഈ സാധനം ഇതിനകത്ത് എന്താണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഗ്രെയിൻ കളറിൽ എന്താണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് നോക്കണ്ടേ? ഏതൊക്കെ നമ്മൾ സാധാരണ കളക്ട് ചെയ്യുന്നത്? FBS, PRBS, PPBS, RBS എന്നിങ്ങനെയുള്ള സാമ്പിൾസാണ് കോമൺലി കളക്ട് ചെയ്യുന്നത് കേട്ടോ. എത്ര ml കളക്ട് ചെയ്യണം? ഓൺലി 2 ml. സോ നമുക്ക് എങ്ങനെ കറക്റ്റ് 2 ml ആവുമെന്ന് അറിയുന്നത്? നമ്മൾ സംടൈം ക്യാനുല IV ക്യാനുല ആക്കിയിട്ട് IV ക്യാനുല എന്ന് വി ആർ കളക്ടിങ് ദ ബ്ലഡ് നോ. സോ അപ്പോൾ നമ്മളെങ്ങനെ അറിയാം? അതിനാണ് ഇതിവിടെ ഒരു ബ്ലാക്ക് മാർക്ക് കണ്ടോ? അങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ട്. Soon after collection, what is our other responsibility? We should shake or mix the blood with the sodium fluoride. അതെങ്ങനെ മിക്സ് ചെയ്യുന്നത്? ഇങ്ങനെ ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യാവോ? നോ, വി ആർ നോട്ട് സപ്പോസ് ടു ഡു. വി ഷുഡ് ഡു up, down, 1, 2, 3, 4, 5, 6, 7, 8. ഇങ്ങനെ അപ്പിലേക്ക് 4 ടൈംസ്, ഡൗണിലേക്ക് 4 ടൈം, ടോട്ടൽ 8 ടൈംസ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ. അടുത്തത് ഗ്രീൻ കളറിലുള്ളത് ലിഥിയം ഹെപ്പാരിൻ. അതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത്? ലിഥിയം ഹെപ്പാരിൻ. കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? ഒരു വൈറ്റ് ഇതുണ്ട്. അതാണ് ലിഥിയം ഹെപ്പാരിൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെപ്പാരിൻ എന്തിനുള്ളതാണ്? ഹെപ്പാരിനും ബ്ലഡിനെ ക്ലോട്ടാക്കാതിരിക്കാനുള്ള. അപ്പോൾ ഇതിനകത്തെല്ലാം കളക്ട് ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് എന്തുണ്ടാകും? ബ്ലഡ് ക്ലോട്ടാകാൻ പാടുള്ളതല്ല. ഇതിൽ 3 ml ബ്ലഡ് കളക്ട് ചെയ്യണം. ഇതിനും സെയിം അങ്ങനെ മാർക്ക് കിടപ്പുണ്ട് കണ്ടോ. അപ്പോൾ 3 ml ബ്ലഡ് കളക്ട് ചെയ്യുക. സെയിം വേ 4 ടൈംസ് ഡൗൺ, 4 ടൈംസ് അപ്പ്, ഷേക്കിംഗ്. സോ ഇതിനകത്ത് ഏതൊക്കെ സാമ്പിൾസാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? ഗ്രീൻ കളറിൽ ഇതിനകത്ത് LFT, RFT, ഓൾ ബയോ കെമിസ്ട്രി ഐറ്റംസ്. ഇത് കോമൺ ആയിട്ട് ഞാൻ പറയുന്നതാണ്. വേറെയും ഒരുപാട് ടെസ്റ്റുകൾ കളക്ട് ചെയ്യും. എല്ലാമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കോമൺലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. LFT, RFT, ഓൾമോസ്റ്റ് ഓൾ ദ ബയോ കെമിസ്ട്രി തിങ്സ് വി ആർ ഡൂയിങ് ഇൻ ദിസ്. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് കളറിൽ ഇതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാവോ? സോഡിയം സിട്രേറ്റ്. ഇതെന്തിനുള്ളതാ? ESR സാമ്പിൾ കളക്ട് ചെയ്യുന്നതിനുള്ള. എത്ര ml കളക്ട് ചെയ്യണം നമ്മളിതിനകത്ത്? 1.6 ml കളക്ട് ചെയ്യണം. ഇറ്റ്സ് റിട്ടേൺ ഓവർ ഹിയർ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ ഫോർ യു. 1.6 ml. ഇതിനും ഇതുപോലെ തന്നെ മാർക്ക് കൊണ്ട് അപ് ടു ദിസ് മാർക്ക് നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ. കളക്ട് ചെയ്താലുടൻ എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി? ഡൗൺ, അപ്പ്, ഡൗൺ. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ കളറിൽ 1.8 ml PTA, PTT, INR, D-dimer. These are the common blood tests we are sending. Same up to the mark. That is 1.8 ml. Shaking process is same. Up 4, down 4. Total what is there? Total 8 times. Okay. So in this one, what is there? Citrate is there. This is a citrate tube. You can see the citrate. Some water drops you can see. No, you see some water drops you can see. That is the citrate in this. So these are the, and it see water only it is there. Little water it is running. See, citrate is fluid is there inside. So while we are collecting the blood directly from the IV cannula, so that moment we are opening this. Okay. When we are opening, we should be very careful. That's it, right? What is there inside should not be gone out. Okay, that is needed. Then after that, we have to tightly close it. That sound will come. Removing time also one sound is there, like this. Some removing sound, and closing time also there is one sound. Okay. See. Okay, right? So next വന്നിട്ട് പർപ്പിൾ കളർ.
Usually we are calling EDTA tube. Okay, in this one also, how many ml? This one 2 ml. So mark is there, black in color. Shaking process is same. What we are sending in this one? CBC, HB electrophoresis, blood grouping, sometime ESR, HbA1c. These are the common blood samples we are collecting for this. So you can see in this also some water surface is there. That one is contained in this. So why these all things are helping blood not to clot. So they want the blood like that only. Prevention of clotting. That is the main function for these all fluids. Okay. The last one is red in color. You see, this nothing is there inside. This we are calling plain tube. In this whatever sample we are collecting, that sample is for all biochemistry only, and they want the serum from this. Okay, sample should clot, and after clotting they will take the serum, and serum they will take. So how many ml for this one? This one also only 4 ml. This one, this bottle is having the capacity of 4 ml. 4 ml means up to here it will come almost. Okay, so after that no need of sample up. Okay, this much only today is about the vacuum container. So I hope you all understood about the vacuum containers. It's a simple class. I hope everybody enjoy. Let's see in the next class. Bye bye.